ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം ശ്രീരാമ ശ്രീകൃഷ്ണ സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിദ്ധീവ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേക് ഏവരും ഉർവീപദേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരീതിയിലുണ്ടു താൻ കേജിൽ ദശ ഗജശക്തിയുള്ളോരുണ്ടു കേജിത് അമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജി മഹേന്ദ്ര നീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപരി ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവീബലം മൂലഫലതല പക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ബല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ സ്വേദൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ
വേണുന്നതെന്തെന്നിവരോടു അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. കാര്യഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും പാദാത്മകൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ബുധിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം 4 കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു. കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനിരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തിയ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കീത മംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജരാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു. കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. ഭക്തിമുഖനല്ലിവനെന്നു മാനസെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗതി അന്ധകാരണ്യമാശു പൂക്കീഴിനാരന്തരദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹുരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഗണഛന്നമായൊന്നതിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ. പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാൻ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യം പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം. തത്ര കണ്ടിതു മുന്നില മാരതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാവികളുണ്ടു മണിമയ വാരിയാൽ പൂർണകളായ ദീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു. കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധു ദ്രോണ സംയുത ഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം
ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരോരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭ കലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൻ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗം അറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായു തനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ, വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയേനുത്തമമായുണ്ടൊരു പുരിഭൂതലെ, തത്രൈവ വാണു ദശരഥനാം നൃപൻ, പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണൻ സമൻ ജ്യേഷ്ഠനവർകളിൻ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ. ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂ മനൂജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു. വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗക്കുരം പൂക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കോ ബന്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിത പൂർവ മഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ, വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദു ശേഖരൻ തന്നെ യതുമൂലം ദിവ്യപുരമിത നൽകിനാനീശ്വരൻ. ദിവ്യസംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുര. തത്സഖിനാനിഹ നാംന സ്വയം പ്രഭ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കെടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക, നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൻ സത്വരം പൂർവസ്ഥി തടവി പൂക്കിയതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവൻ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർ
സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിർസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദിന്യഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യമരൗഖമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃദിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാം അദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയിലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനി സീതാഭിരാമായ തേ നമ. വേദാത്മകം കാമരൂപിണമീശനാം ആദ്യമന്ത്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം. ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ. ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ. മറ്റു ചിലരിക ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമുടുക്കുവാൻ. മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം. ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി. നൂനം വർണ്ണവത്തെ കടന്നിടുവാൻ കാണാം അവനു നിൻ പാദ പങ്കേരുഹം. ത്വന്മാഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ. രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രധാനായ രാമൻ പ്രസന്നനായി ഭക്തയം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതും കേട്ടവളും പറഞ്ഞിടിനാൻ. ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദ ഭക്ത്യഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം.
പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകത സംഭവിച്ചിടായിക മാനസേ. രാമ രാമേതി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്യുതം രാഘവം പീതവസ്ത്രം ചാപബാണാസനാദരം. ചാരുമകുട കടക കടിസൂത്രഹാര മകര മണിമയ കുണ്ഡല നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭു, പറ്റായിക ദുസ്സംഗമുള്ള ഉള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമ വാക്യാമൃതം മുതാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു, വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധര പുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു. താരസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ, പാതാളം ഉൾപ്പൂക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും. മാസം അതീതമായി വന്നിതു നിർണയം, ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വര പിന്നെ വിശേഷിച്ചു ശത്രുതനേയനാം എന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നീലവന്നൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രമം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാൻ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലും ഇല്ലൊരു നാളും ഭയം സഖ്യേ, താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടി വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ ബാധജൻ അംഗദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യ മല്ലിത മന്ദകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വര ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം ജ്ഞാനം തവാഹിതത്തിങ്കൽ ജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കല. ഹാനിവരായിവാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗക്കം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്ത് വന്നെടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും. ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പോട് ചൊല്ലുവാൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടു,
നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷ വേഷമായി വന്നു പിറന്നിതയോധ്യയിൽ രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയം രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്ഥപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ ഫലം തന്നതിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അംഗദനോടി വണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണ വാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്ര ചലേന്ദ്രപദം മുത ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്ക നാം ഗഹുരം പൂക്കു പരിഭ്രമിച്ചെത്രയും വിക്കുലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുത്രചിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ